പാലക്കാട് കഞ്ചിക്കോട് വൻകിട വിദേശമദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. എക്സൈസ് മന്ത്രി എം ബി രാജേഷ് കമ്പനിയുടെ മാനേജരെ പോലെ സംസാരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ഭരണം തീരുന്നതിന് മുൻപുള്ള കടുംവട്ടാണിത് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എഥനോൾ മൾട്ടി ഫീഡ് ഡിസ്റ്റേഷൻ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്നാണ് പുറത്തു വന്നത്. 4 ഘട്ടമായി 600 കോടി രൂപ മുതൽ മുടക്കിലാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മദ്യനിർമ്മാണശാലയും ബ്രൂവറിയും സ്ഥാപിക്കുക. കമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. കമ്പനി ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പ്രൊപ്പഗാൻഡ മാനേജറെ പോലെയാണ് മന്ത്രി സംസാരിച്ചത്. കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോലും കമ്പനിക്ക് വേണ്ടി ഇത്രയും ഭയങ്കരമായിട്ട് പറയില്ല. ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാൻ രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല. ഇനി മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം. മുഖ്യമന്ത്രിക്കും തീരുമാനത്തിൽ പങ്കുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടി വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത്. എന്നും എക്സൈസ് വകുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കറവപ്പശുവാണ്. ഇപ്പോഴും അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. എം ബി രാജേഷ് മന്ത്രി പറഞ്ഞു എല്ലാ നിയമപരമായ നടപടി സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത്. ഏത് നിയമ നടപടിയാണ് സ്വീകരിച്ചത്? പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും കോൺഗ്രസിലെ അധികാര തർക്കമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നുമാണ് എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ മറുപടി. 24 തിരുവനന്തപുരം.